നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 3-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ഇനി ഫൈനലിൽ FC ബാഴ്സലോണയെയാണ് റയൽ നേരിടുക. നമുക്കറിയാം, കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണ ഒസാസുനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിരുന്നത്. അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയതോടുകൂടി റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി സിനദിൻ സിദാന്റെ ഒരു കണക്കിനൊപ്പം എത്തിയിട്ടുണ്ട്. അതായത് റയലിന്റെ ചരിത്രത്തിൽ ക്ലബിനെ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ച 2ാമത്തെ പരിശീലകൻ അത് സിദാനാണ്. 263 മത്സരങ്ങളിലായിരുന്നു അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചിരുന്നത്. ആ കണക്കിനൊപ്പമാണ് ഇപ്പോൾ ആഞ്ചലോട്ടി എത്തിയിരിക്കുന്നത്. 263 മത്സരങ്ങൾ ഈ ഇറ്റാലിയൻ പരിശീലകൻ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ കളിക്കുന്നതോടുകൂടി സിദാനെ മറികടന്നുകൊണ്ട് ആഞ്ചലോട്ടി ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു നേട്ടം കരസ്ഥമാക്കും എന്നതാണ്. റയലിനെ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ച പരിശീലകൻ അത് മിഗേൽ മുനോസ് ആണ്. 605 മത്സരങ്ങളിൽ ഇദ്ദേഹം റയൽ മാഡ്രിഡിനെ ദീർഘകാലമായി കൊണ്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് തകർക്കുക എന്നുള്ളത് നിലവിൽ അസാധ്യമായ ഒരു കാര്യമാണ്. അതേസമയം കിരീടങ്ങളുടെ കാര്യത്തിൽ നേരിയ മുൻതൂക്കം അവകാശപ്പെടാൻ സിനദിൻ സിദാന് കഴിയും. 11 കിരീടങ്ങളാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൽ പരിശീലകനായി കൊണ്ട് നേടിയിട്ടുള്ളത്. ആഞ്ചലോട്ടി റയലിൽ 10 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഴ്സലോണയെ തോൽപ്പിച്ചുകൊണ്ട് സൂപ്പർ കപ്പ് സ്വന്തമാക്കിയാൽ ഇക്കാര്യത്തിലും സിദാനൊപ്പം എത്താൻ ആഞ്ചലോട്ടിക്ക് സാധിക്കും. സിദാൻ 263 മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചപ്പോൾ 172 വിജയവും 55 സമനിലയും 36 പരാജയവുമാണ് ഫലം. അതേസമയം ആഞ്ചലോട്ടി 263 മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചപ്പോൾ 191 വിജയവും 34 സമനിലയും 38 തോൽവിയുമാണ് ഫലം. രണ്ടുപേരും 90 ക്ലീൻ ഷീറ്റുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ഏറെക്കുറെ തുല്യമായ കണക്കുകളാണ് ഇരുവർക്കും അവകാശപ്പെടാൻ ഉള്ളതെങ്കിലും വിജയം നേടുന്ന കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.